മുനീർക്കായിട്ട് എനിക്കിപ്പോൾ ഏതാണ്ട് 2 വർഷത്തിലധികമായിട്ടുള്ള പരിചയമുണ്ട്. നമ്മുടെ പല പ്രൊജക്റ്റിലും ഓട്ടോമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോട്ട് മുനീർക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്ലയന്റ് രണ്ടോ മൂന്നോ ആൾക്കാരുടെ കൊട്ടേഷൻസ് എടുക്കാറുണ്ട്. അപ്പം പലപ്പോഴും അത് കമ്പയർ ചെയ്തിട്ട് ക്ലയന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു അപ്രോച്ച് എന്ന് വെച്ചാൽ പലതിലും റേറ്റ് കുറവുള്ള കമ്പോണൻസ് വെച്ചിട്ട് ഒരു മിക്സ് ആയിട്ട് കൊട്ടേഷൻ എടുക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ സ്നോബലിന്റെ കാര്യത്തിൽ ചെയ്തെന്ന് വെച്ചാൽ അവരെപ്പോഴും ഇന്നിപ്പോ പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഏതൊക്കെ ബ്രാൻഡാണ് അസോസിയേറ്റ് ചെയ്യുന്നത് പല കമ്പോണൻസിലും. അപ്പൊ ആ ഒരു കമ്പോണൻസ് അല്ലാതെ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള വേറെ ഒരു രീതിയിലേക്കും മാറാൻ അവർ തയ്യാറാവാറില്ല. പലപ്പോഴും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ള കമ്പാരിസൺ കോട്ടുമായിട്ട് ചിലപ്പോൾ അവരുടെ റേറ്റ് കുറച്ചുകൂടി ഹയർ ആയിരിക്കും. പക്ഷെ ഒരു ക്വാളിറ്റി എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യും, അവരുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് അവർ ക്ലയന്റിനെ പരമാവധി കാര്യങ്ങൾ അവെയർ ചെയ്ത് എന്താ പറയാ ക്ലയന്റ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്ന സാധനം ക്ലയന്റിന് നല്ല രീതിയിൽ കൊടുക്കാൻ മുനീർക്കയായാലും സ്നോബലിന്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആയാലും എപ്പോഴും ആ രീതിയിൽ നല്ലൊരു ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ് ക്ലയന്റിന് കൊടുക്കാൻ അവരുടെ ഭാഗത്ത് കഴിയാറുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, അപ്പോ സ്നോബലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വിപിൻ.